പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LDC ലെവലുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. ശരിയായ പ്രസ്താവനകളാണ്: ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു, സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ഇത് രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3. ഖേദ സമരം, ചമ്പാരൻ സമരം, ഇത് രണ്ടുമാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2. മൗണ്ട് ബാറ്റൻ പ്രഭുവും ഇർവിൻ പ്രഭുവുമാണ് ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്തത്. എന്നാൽ തന്നിട്ടുള്ളതിൽ അംഗങ്ങളാണ് AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്, ഇത് രണ്ടും ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളാണ്. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. എന്നാൽ അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്: 1798 നടപ്പിലാക്കിയത്, അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം, ഇത് രണ്ടും ശരിയാണ്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 4. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അയർലാൻഡ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം? ആൻസർ ഓപ്ഷൻ ബി ആണ്. മണിപ്പൂർ. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി? ആൻസർ ഓപ്ഷൻ ബി ആണ്. രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി ആണ്. രാജസ്ഥാൻ. താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. പാർലമെന്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയല്ലാത്തത്. ശരിയായത് നോക്കാം: വൈക്കം സത്യാഗ്രഹം TK മാധവൻ, ഗുരുവായൂർ സത്യാഗ്രഹം K കേളപ്പൻ, ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 4. വേദാധികാര നിരൂപണം, ആദിഭാഷ, ഇത് രണ്ടും ചട്ടമ്പി സ്വാമികളുടെ രചനകളാണ്. ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 4. കോവിലകത്തും വാതുക്കൽ, തൃശൂർ പൂരം ആരംഭിച്ചു, കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു, ഇത് 3ഉം ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. വൈകുണ്ഠ സ്വാമി. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 4 മാത്രം. എന്നാൽ യോജിക്കുന്നവ നോക്കാം: കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം 1721 ഇത് നടന്നത്. കലാപകാരികൾ എഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. ലെ ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഫ്രാൻസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതികൾ ഉള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇടുക്കി. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എന്നാൽ ഉൾപ്പെടുന്നവയാണ് ചോളം, നെല്ല്, പരുത്തി തുടങ്ങിയവയെല്ലാം ഖാരിഫ് വിളകളിൽ ഉൾപ്പെടുന്നവയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1998 മെയ് 17. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പെരുംകുളം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും
ചരക്ക് സേവന നികുതി GST സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് 101 ഭേദഗതി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഡോക്ടർ MS സ്വാമിനാഥൻ. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ? ആൻസർ ഓപ്ഷൻ ബി ആണ് NK സിംഗ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4 തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-ന്. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രി. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജാനുവരി 1. ഇന്ത്യൻ പ്ലാനിംഗിന്റെ ശില്പി PC മെഹലനോബിസ്. തന്നിട്ടുള്ള 4 പ്രസ്താവനകളും ശരിയാണ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ? ആൻസർ ഓപ്ഷൻ സി ആണ് കണ്ടൽ വനങ്ങൾ. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് നർമ്മദ. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് രൂപപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗംഗയും ബ്രഹ്മപുത്രയും. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ആൻസർ ഓപ്ഷൻ സി ആണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ ആണ് ആസാം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല? ആൻസർ ഓപ്ഷൻ ഡി ആണ് മലപ്പുറം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ? ആൻസർ ഓപ്ഷൻ എ ആണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് NH 744. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം? ആൻസർ ഓപ്ഷൻ ബി ആണ് വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പാലക്കാട്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഇടുക്കി. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം? ആൻസർ ഓപ്ഷൻ ബി ആണ് നൂറനാട്. ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല? ആൻസർ ഓപ്ഷൻ എ ആണ് കണ്ണൂർ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വെള്ളായണി കായൽ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കുമളി. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ എ ആണ് ആലുവ. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് മേപ്പാടി. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അയണോസ്ഫിയർ. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രധാനമന്ത്രി. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ? ആൻസർ ഓപ്ഷൻ സി ആണ് 1098. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ജൂൾ. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് തെലുങ്കാന. 2022 ഒക്ടോബർ 1-ന് ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ് രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് പ്രചന്ദ്.
വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേക്ഷണം ചെയ്യുന്ന കാർഷിക പരിപാടി? ആൻസർ ഓപ്ഷൻ സി ആണ് നൂറുമേനി. വിറ്റാമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം ശരിയാണ്. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര് എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് സ്റ്റേപ്പിസ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മണ്ണുത്തി. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി? ആൻസർ ഓപ്ഷൻ എ ആണ് തെന്മല. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വൃക്ക. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സ്വാന്തെ പേബോ. കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് മധ്യപ്രദേശ്. രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് പിണ്ഡം. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അറ്റോമിക നമ്പർ. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സിന്നബാർ. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട്. മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ടാണ് പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാകം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഏതൊരു പദാർത്ഥത്തിനും അതിന്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നവയിൽ ഏതു ഗുണമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ജഡത്വം. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേരള ഹൈക്കോടതി. സൂര്യന്റെ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആദിത്യ L1. കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം? ആൻസർ ഓപ്ഷൻ എ ആണ് 8 ദിവസം. പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്? ഓപ്ഷൻ ബി ബ്രോങ്കൈറ്റിസ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ജനീവ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കരൾ. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് തലയോട്ടിയിലെ സന്ധി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വൃക്ക. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മനുഷ്യൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വീണ ജോർജ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വിറ്റാമിൻ ബി. മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി? ആൻസർ ഓപ്ഷൻ എ ആണ് താലോലം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 206. ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം? ആൻസർ ഓപ്ഷൻ എ ആണ് ബ്ലഡ് പ്രഷർ. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വൈറസ്. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ബാക്ടീരിയ. 80 GK ആണ് അന്നത്തെ എക്സാമിന് ഉണ്ടായിരുന്നത്. താങ്ക് യു.